ICSE ദേശീയ താരം നിരഞ്ജൻ ബൈജു. എങ്ങനെയുണ്ട് കയാക്കിങ് എങ്ങനെയുണ്ടെന്ന്? അടിപൊളിയാണോ? അതായത് നിങ്ങൾ നോക്കിയേ, കുഞ്ഞു പിള്ളേർക്ക് വരെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കാനില്ല, എടുത്തങ്ങോട്ട് കയാക്കിൽ കയറുക, അങ്ങോട്ട് പോവാ. അടിപൊളിയാണ് അല്ലേ? സെറ്റല്ലേ? പൊളി. എന്നെ കൊല്ലരുത് എന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. അറിയാവുന്ന യൂട്യൂബർ നമ്മളോട് പറയണ്ടായി, നിങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുണ്ടാവും. ഹായ്, ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എന്റെ വീടിന്റെ അടുത്തുള്ള അഴിമാവ് പാലത്തിന്റെ അവിടെയാണ് ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളിന്ന് അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോയിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ നിരഞ്ജൻ ബൈജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ താരം, ICSE ദേശീയ താരത്തിന്റെ അമ്മയ്ക്ക് കരാട്ട, അമ്മയും ഒരു കരാട്ടക്കാരിയാണ്. ആ അമ്മയ്ക്ക് കരാട്ടേനെ കുറിച്ചും കരാട്ടയുടെ കാര്യങ്ങളെ കുറിച്ചും, മോൻ എങ്ങനെ മത്സരത്തിൽ ജയിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാനുണ്ട്. അതിന് കരാട്ടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്കും കുറച്ച് പറയാനുണ്ട്. കാരണം ഞാനും ഒരു കരാട്ടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കരാട്ടെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പരമാവധി എങ്ങനെ കരാട്ടെ മത്സരങ്ങൾ ജയിക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അന്വേഷിക്കാം. മീൻസ് നമുക്കൊന്ന് നോക്കാട്ടെ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഓക്കെ, ഞാൻ കൂടെ നിൽക്കുമ്പോ എന്റെ ഫീലിങ്സ് എന്തായിരിക്കുന്നത് ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയാം. നമ്മളെത്ര വലിയ കാര്യം ചെയ്ത് എത്ര പ്രശസ്തിയിലെത്തിയാലും നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ മക്കള് അവരൊരു ചെറിയ കാര്യമാണെങ്കിലും ചെയ്ത് നല്ല പേര് കേൾക്കാം, മറ്റുള്ളവരെ അവരെ പറ്റി നല്ലത് പറയാം, അങ്ങനെയുള്ള സമയത്താണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഇപ്പോഴത്തെ ഫീൽ എന്താണ്. ഞാനിപ്പോൾ അതിൽ ഏറ്റവും സന്തോഷത്തിൻ്റെ ഏറ്റവും പീക്ക് ലെവലാണ്. എൻ്റെ മകനെ പറ്റി നാട് മുഴുവൻ എല്ലാവരും പോസ്റ്റുകൾ ഷെയർ ചെയ്യുമ്പോഴും അതുപോലെ എല്ലാവരും അവനെ അഭിനന്ദിക്കുമ്പോഴും ഞങ്ങൾക്ക് അഭിനന്ദനം കിട്ടുമ്പോഴൊക്കെയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അതിൽ കൂടുതൽ എനിക്കിപ്പോൾ ഒന്നും പറയാൻ വാക്കുകളില്ല. പിന്നെ അവന് ഇതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാർ ഗിഫ്റ്റിയും സഞ്ജുവും തന്നെ. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ പേരൻസും അഹങ്കരിക്കണം ഇതുപോലൊരു കോച്ചസിനെ കിട്ടിയതിന്. വേറെ ഇപ്പം എൻ്റെ മകൻ ഡിസ്ട്രിക്റ്റ് പോയി, സ്റ്റേറ്റ് പോയി, നാഷണൽ പോയി, അവിടെയുള്ളവരൊക്കെ ചോദിക്കണത് ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ, എന്താ സെൻസയുടെ പേരെന്താ, അങ്ങനെയൊക്കെയാണ്. അവർക്ക് ഇവരുടെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും നാഷണൽ ഇവർക്ക് വരാൻ പറ്റിയില്ല, പക്ഷെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും ഇവർ വന്നു. അവനെ നന്നായിട്ട്, അവർക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും അവനെ നന്നായിട്ട് പുറത്ത് നിന്ന് ഗാലറിയിലിരുന്ന് നന്നായി മോട്ടിവേറ്റ് ചെയ്യാനും അവന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ ഇവർക്ക് പറ്റി. അത് കണ്ടപ്പോൾ തന്നെ ബാക്കി ഒരു കോച്ചസും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവരവിടെ ഇരുന്ന് അത്രയും റിസ്ക് എടുത്ത് അവിടെ വന്ന് ഇവന് വേണ്ടി ചെയ്തത്. എല്ലാവരും നിരഞ്ജൻ ആരാന്നും അന്നത്തോടു കൂടി ടൂർണമെന്റ് ഇറങ്ങി എല്ലാവർക്കും മനസ്സിലായി. അതുപോലെ തന്നെ നിരഞ്ജന്റെ കോച്ചസിനെ മനസ്സിലായി. അവര് ഇപ്പോ നിരഞ്ജന്റെ ട്രെയിനിങ്ങിനെ പറ്റി ചോദിക്കുക, എല്ലാവർക്കും ഭയങ്കര താല്പര്യം. അത് നമുക്ക് മാത്രം കിട്ടിയൊരു അവസരമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പേരൻസും മക്കൾക്ക് ടൂർണമെന്റ് ഇറങ്ങണം എന്ന് പറയുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തരുത്. ഞങ്ങള് അന്ന് ഫസ്റ്റ് ടൈമില് നിരഞ്ജന ഇറങ്ങുമ്പോൾ, മൂവാറ്റുപുഴ ഫസ്റ്റ് പ്രൈവറ്റ് ടൂർണമെന്റ് ഇറങ്ങുമ്പോൾ അവനെ വേണ്ട എന്ന് പറയാൻ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല. അവന് കിട്ടുമോ കിട്ടില്ലേ, അവൻ അത്രയ്ക്ക് ആയിട്ടോ, ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ ഗിഫ്റ്റിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചി അവന് പറ്റും ഇറക്കണം എന്ന്. അന്ന് ഞാൻ ഇറക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മകൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. നമ്മൾക്ക് ഒരു ടൂർണമെന്റോ 2 ടൂർണമെന്റോ ഇറങ്ങിയോണ്ട് ഒരിക്കലും മെഡലൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അത്രയും എക്സ്പീരിയൻസ് വേണം. അത്രയധികം ബൗട്ട് അവൻ ഇറങ്ങിയിട്ടാണ് അവനിപ്പോൾ ഈ നിലയിലെത്തുന്നത്. നിങ്ങളും നിങ്ങളുടെ മക്കളെ ഒരു പ്രൈവറ്റ് ടൂർണമെന്റ് ആയാലും ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് എന്തായാലും വേണ്ട എന്ന് പറഞ്ഞ് നിർത്താതെ അവരെ ഇറക്കണം.
അത് കുറച്ച് പൈസ ചിലവുണ്ടാവും. അതുപോലെ നമ്മൾ പാരൻസിൻ്റെ സപ്പോർട്ട്, നമ്മളുടെ ടൈം എല്ലാം ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അത് വിചാരിച്ച് ഒരിക്കലും അവരെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തരുത്. എന്നെപ്പോലെ നിങ്ങൾക്കും അഭിമാനിക്കാം മകൻ്റെയോ മകളുടെ പേരിൽ. അത്രേ ഉള്ളൂ. നമ്മുടെ കരാട്ടെ മത്സരങ്ങൾ ജയിക്കാനും കരാട്ടക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എനിക്ക് കരാട്ടയിൽ വന്നിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കരാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക. കരാട്ടെ ഡോജോകളിൽ നമ്മൾ പോയി പഠിക്കുമ്പോൾ അവിടെ പറയണ കാര്യങ്ങൾ നമുക്ക് അവിടെ ആഴ്ചയിൽ, ഇന്നത്തെ കരാട്ടെ ഡോജോകളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. പണ്ടത്തെ പോലത്തെ എല്ലാ ദിവസത്തെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആഴ്ചയിൽ 4 ദിവസത്തെ 5 ദിവസത്തെ ക്ലാസ് ഒന്നും ഇല്ല. ആഴ്ചയിൽ ഏകദേശം ഒരു 2 ദിവസത്തെ ക്ലാസ് ഒക്കെ ഉണ്ടാവും, 2-3 ദിവസത്തെ ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ പോയി അവിടുത്തെ സെൻസായിമാർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഒരു എന്താ പറയുക മത്സരം ജയിക്കുന്ന കരാട്ടക്കാരനാവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക, അതുപോലെ പുഷപ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ കരാട്ടയുടെ മെയ് വഴക്കത്തിന് കിക്കുകൾ, പഞ്ചുകൾ, അതുപോലെ അവിടുത്തെ കത്ത പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഈ വക കാര്യങ്ങളൊക്കെ ബേസിക് കത്ത അങ്ങനത്തെ അതൊക്കെ കരാട്ടക്കാർക്ക് അറിയാൻ പറ്റും. അത് കരാട്ടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് അറിയാൻ പറ്റും. എന്തൊക്കെയാണ് അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ അവർ കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും മിനിമം, എല്ലാ ദിവസവും ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് മത്സരങ്ങൾ പങ്കെടുക്കാനും മത്സരങ്ങളിൽ ഒരു എന്താ പറയുക ജയിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അവരെത്തും. പിന്നെ ഏറ്റവും അധികം കരാട്ടെ ഡോജകൾ ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്, അതും കൂടി ഉണ്ട്. കരാട്ടെ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താ പറയുക ഹെൽത്ത് റിലേറ്റഡ്, നമുക്ക് എന്തിനാണ് എല്ലാവരും കരാട്ടയൊക്കെ പഠിക്കാൻ പോണേ? ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം പരിപാലിക്കുക എന്നാണ്. ആരോഗ്യം പരിപാലിക്കുമ്പോൾ നമ്മൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കരാട്ടയ്ക്കൊക്കെ പോണ ആൾക്കാർ കൃത്യമായിട്ട് ഫീസ് കൊടുക്കുക, മനസ്സിലായ? കൃത്യമായിട്ട് ഫീസ് കൊടുക്കുക. അവിടെ നമ്മൾ കറക്റ്റ് ക്ലാസ്സുകളിൽ ചെല്ലുക. അതുപോലെ ക്ലാസ്സുകളിൽ മുടങ്ങിയാലും നമുക്ക് അവിടെ അങ്ങനെ ഒരു മാസത്തിലുള്ള ഫീസുകളൊക്കെ സമ്പ്രദായം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊടുത്താൽ ഫീസ് കൊടുത്ത് പഠിച്ചാൽ നമ്മൾ മത്സരങ്ങളൊന്നും തോൽക്കില്ല എന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ കോളേജിലും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ട്യൂഷൻ സെന്ററുകളിലെ മാഷ്മാരൊക്കെ നമ്മളോട് പറയാറുണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് ഫീസൊക്കെ തന്നില്ലെങ്കിൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് തോൽക്കൂട്ട. അവർ തോൽപ്പിക്കണതല്ല, അതൊരു പ്രകൃതി നിയമമാണ്. അതുപോലെ തന്നെ കരാട്ടയുടെ ഇത് എനിക്കറിയാവുന്ന കുറെ പ്രശ്നങ്ങൾ കരാട്ടയിൽ ഡോജോകളിലുള്ളവരൊക്കെ നേരിടുന്നത് കൃത്യമായിട്ട് ഫീസ് കിട്ടണില്ല, പിള്ളേർ കൃത്യമായിട്ട് വരണില്ല. അതുപോലെ മക്കളാണ് കരാട്ടെ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പേരൻസ് ഇടയ്ക്ക് കരാട്ടെ ഡോജോകളിൽ ഇവര് പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിൽ നേരം ഇല്ലെങ്കിൽ ഉണ്ടാക്കി പരമാവധി, നേരം എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടാവില്ല, എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു 2-3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സമയം കിട്ടുമ്പോൾ ഇടയ്ക്കൊന്ന് കരാട്ടെ ഡോജോകളിലൊക്കെ ഒന്ന് ചെന്നിട്ട് അവിടുത്തെ മാഷുമാരോട് അന്വേഷിക്കുക, നമ്മുടെ പിള്ളേര് എങ്ങനെയാണ് ഇത് ചെയ്യണേന്നൊന്നും അന്വേഷിക്കുക. അതുപോലെ അവിടെ വന്നിരിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡോജോകളിലൊക്കെ അവർ സമ്മതിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ പോയി ഇരുന്നിട്ട് ഇവരെന്താ ചെയ്യണേ, മറ്റുള്ള പിള്ളേരും ഇവരും എന്താ ചെയ്യണേന്നൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ വെറുതെ ഇങ്ങനെ ഫീസ് കൊടുക്കുക അല്ലെങ്കിൽ കരാട്ടെ ഡോജോകളുമായിട്ട് പേരൻസിന് ഒരു ബന്ധമില്ലാണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ പിള്ളേരെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് എന്താ പറയാ കരാട്ടയ്ക്ക് ഇങ്ങനെ ഒരു നേരം പോക്ക് പോലെ പോവും, അവിടെ ഇപ്പൊ പ്രത്യേകിച്ച് പഠിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ പേരൻസ് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോനെ വിട്ടിട്ട് കാര്യമില്ല. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, എന്റെ പേഴ്സണൽ അഭിപ്രായം, ഇത് മറ്റുള്ള ആൾക്കാർക്ക് ബാധകമാണോ അല്ലെങ്കിൽ അവർക്ക് ഇത് സെയിം അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പിള്ളേരാണ് കുട്ടികളെയൊക്കെ വിടുന്ന വെച്ചാൽ ഒരു വർഷമൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവരെ ഫീസൊക്കെ കൊടുത്ത് അവിടെ ശ്രദ്ധിച്ച് വിടുക. അവർക്ക് എന്നിട്ടും ഈ വക കാര്യങ്ങൾ ഒരു ഏവറേജിൽ പഠിച്ചെടുക്കാൻ പറ്റണില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനു വേണ്ടി അവരെ പ്രഷർ ചെയ്ത് നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്കൊരു പേഴ്സണൽ അഭിപ്രായം ഉണ്ട്. മിനിമം ഒരു വർഷമെങ്കിലും അവരെ കൃത്യമായിട്ട് നമ്മൾ ഡോജകളിൽ പറഞ്ഞയക്കുക. അവർക്ക് ഇഷ്ടമല്ലെങ്കിലും അവരെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞുവിടുക. അവർ പഠിക്കണ്ടോന്ന് നോക്കുക. അവിടുത്തെ മാഷുമാരോട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് മീൻസ് സെൻസായിമാരോട് നമ്മൾ ഇടയ്ക്ക് അന്വേഷിക്കുക, ഇവരെന്താ ചെയ്യുന്നത്, ഇവർ കൃത്യമായിട്ട് വരുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുക. എന്നിട്ടും ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഇതിനോട് തീരെ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും, ഇത് പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഇതിൻ്റെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ അതൊക്കെ കൊണ്ട് ഉള്ളവർക്കാണെങ്കിൽ പിന്നെ അത് അവർ കണ്ടിന്യൂ ചെയ്യണേലും വലിയ കാര്യമില്ല എന്ന് തോന്നുന്നു. ബാക്കി നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഇതിനോട് ചെറിയൊരു താല്പര്യമൊക്കെ ഉള്ളവർ അവർ കൃത്യമായിട്ട് വരികയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ നിരഞ്ജൻ ബൈജുവിൻ്റെ അമ്മ പറഞ്ഞ വിശേഷങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ പരമാവധി ആൾക്കാർ, അപ്പോൾ മത്സരം ജയിക്കാനായിട്ട് പ്രത്യേകിച്ച് എളുപ്പവഴികളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ. മത്സരം ജയിക്കണമെങ്കിൽ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ ക്ലാസ്സുകൾ മുടങ്ങാണ്ട് പഠിക്കുക എന്നുള്ളതാണ് തോന്നുന്നത്. ഇതിന്റെ ഇടയിൽ നോക്കിയപ്പോൾ നമ്മുടെ അഴിമാവ് കടവിൽ ഇത് നോക്കി നമ്മുടെ പിള്ളേരിവിടെ കയാക്കിങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമായിരിക്കും. ഇതെവിടെ ഇവിടെ അഴിമാവ് കടവില് കയാക്കിങ് ഒക്കെ നടക്കുന്നുണ്ട്. സമയം വൈകുന്നേരം 5 മണി ആയതുകൊണ്ട് തന്നെ കയാക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് തോന്നുന്നു. ഇവിടെ വൈകുന്നേരങ്ങളിൽ കയാക്കിങ്ങിന്റെ അഴിമാവ് കടവില്. അപ്പോൾ ആവശ്യക്കാർക്ക് കയാക്കിംഗ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വരിക. കരാട്ടേനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയേ, ഞാൻ ഈ അഴിമാവ് കടവിൽ വരുമ്പോൾ എപ്പോഴും നോക്കി നിൽക്കാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതൊക്കെ ഇരുവഴികളിലേക്കായിട്ട് ഇങ്ങനെ പുഴ ഒഴുകുന്നതൊക്കെ കാണാൻ എന്താണ് അതിൻ്റെ ഒരു ഭംഗി നോക്കി. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഇന്ന് ഞാൻ പോയിപ്പോട്ടാ. നോക്കി എന്താണ് അതിൻ്റെ ഒരു രസമല്ല. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നു. അപ്പോഴാണ് ഇതേത് നോക്കി നിൽക്കണായിട്ട് നമ്മൾ ആളെ കണ്ടത് കേട്ടാ. അജിത്ത് MMA കാരനാണ്. അപ്പൊ നമ്മളൊന്ന് വിചാരിച്ചു എന്തായാലും ഇവിടെ ആളെ പ്രതീക്ഷിച്ച് വന്നതല്ല, ആള് എന്തോ എനിക്ക് ഭാഗ്യത്തിന് കിട്ടിയതാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാട്ടാ. ഒരു MMA കാരനും ഒരു കരാട്ടെ സ്റ്റുഡന്റും തമ്മിൽ, ആളൊരു സ്റ്റുഡന്റ് അല്ല, സ്റ്റുഡന്റും തമ്മിലുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലേ? സെറ്റല്ലേ? പൊളി. എന്നെ കൊല്ലരുത് എന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. അയ്യോ, അപ്പൊ ആള് കുറച്ച് റെസ്റ്റിലാണ്, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ചെറിയ MMA കരാട്ടയും തമ്മില് എങ്ങനെയുണ്ട്? മാവിൽ വന്നപ്പോ കയാക്കിങ്ങിന്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വിപുലമായ പരിപാടികളെ വരണേന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഞാൻ മോളിൽ നിന്നുള്ളൊരു ഷോട്ടാണ്. അതിന്റെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, കയാക്കിങ് നടക്കണു കണ്ട. അപ്പൊ അഴിമാവ് ഒരു ടൂറിസം ഹബിലേക്കുള്ള യാത്രയാണ് കേട്ടാ. ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇവിടെ വന്ന് വീഡിയോ ചെയ്യും. ഈ കാലഘട്ടത്തിൽ 4 വയസ്സ് 5 വയസ്സ് തുടങ്ങിയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കരാട്ടെ പോലത്തെ സംഭവങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അവരുടെ പേരൻസിൻ്റെ അറിവിലേക്കായിട്ടാണ് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അതിന് മുന്നേ പ്രത്യേക ഒരു കാര്യം, നമുക്ക് ഈ എപ്പിസോഡ് ഒന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹെൽപ്പ് ചെയ്ത പിള്ളേരുണ്ടായിരുന്നു. അവർക്ക് ഹൃദയത്തിൻ്റെ